കാണാ കാഴ്ചകൾ. ഒരു മാസത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ കഴിഞ്ഞ് സ്വന്തം വീടിന്റെ പടി കയറുമ്പോൾ രേഖ ഒന്ന് അറച്ചു നിന്നു. ഇല്ലാത്ത അസുഖത്തിനാണ് താൻ ഇതുവരെ ആ നശിച്ച ഹോസ്പിറ്റലിൽ പോയി കിടന്നത്. അതിന് കാരണക്കാരായത് തൻ്റെ പ്രിയപ്പെട്ടവരും. അവളുടെ കണ്ണുകൾ പൂമുഖത്ത് നിൽക്കുന്ന സുന്ദരിയായ അമ്മയുടെ മുഖത്തെത്തി. മോളകത്തേക്ക് വാ, അത്രയും പറഞ്ഞ് അച്ഛനായ സുദീപ് കൈപിടിച്ച് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ അമ്മയും അകത്തേക്ക് കയറി. എല്ലാം അവൾ സഹിക്കുന്നത് ആയൊരു നല്ല മനുഷ്യന് വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മണലാരണ്യത്തിൽ കിടന്ന് അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ആ പാവത്തിന് വേണ്ടി. ശ്രദ്ധയോടെ സുദീപ് മകൾക്കുള്ള മരുന്നുകൾ എടുത്തു കൊടുത്തു. ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കഴിച്ച് വീണ്ടും അവൾ തൻ്റെ സ്വന്തം കട്ടിലിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം കിടന്നു. അവളുടെ ഓർമ്മകൾ കുറച്ചുനാൾ പിന്നിലേക്ക് പോയി. ഓർമ്മ വെച്ച നാൾ മുതൽ അവളുടെ അച്ഛൻ ഒരു പ്രവാസിയായിരുന്നു. ഗൾഫിൽ ഡ്രൈവറാണ്. അത്യാവശ്യം നന്നായി അധ്വാനിക്കും. ഓവർ ടൈം ഒന്നും ചെയ്യാൻ സുദീപിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം അയാളുടെ മനസ്സിൽ മുഴുവൻ തൻ്റെ ഭാര്യയും മകളും മകനും സുഖമായി ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുദീപൻ ഒരു മാസത്തേക്ക് ഓരോ വർഷം കൂടുമ്പോൾ ലീവിന് വരും. അപ്പോഴാണ് അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. രേഖയ്ക്കും അനിയനായ രവിക്കും ഒരു ഉത്സവ പ്രതീതിയാണപ്പോൾ. പിന്നീട് അച്ഛൻ തിരിച്ചു പോകുമ്പോൾ ശരിക്കും നെഞ്ചുപൊട്ടി തന്നെയാണ് അവർ കരയുന്നത്. സാധാരണ ആളുകൾ പറയുന്നത് രേഖ കേട്ടിട്ടുണ്ട്. കൂടെയുള്ള അമ്മയേക്കാൾ ഒരു ഫോൺ കോളിനപ്പുറമുള്ള അച്ഛനോടായിരുന്നു അവൾക്കും അനുജനും കൂടുതൽ അടുപ്പം. അവരുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നും വൈകിട്ട് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ വിളിക്കും. ആദ്യം അവരുടെ താമസം സുദീപന്റെ വീട്ടിലായിരുന്നു. ഭാര്യയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു വലിയ വീട് വെച്ചു. ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു തവണ സുദീപൻ വന്നപ്പോൾ സ്വന്തമായ ഒരു കാർ വാങ്ങി. അയാൾ പോകുന്നത് വരെ കുടുംബവുമൊത്ത് അതിലായിരുന്നു കറക്കം. സാധാരണ അയാൾ വരുമ്പോൾ കാറ് റെന്റിനെടുക്കാറാണ് പതിവ്. കാർ എടുത്ത ശേഷം രാഖിയോട് അയാൾ ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞു. പക്ഷെ രാഖിക്ക് ഡ്രൈവിംഗ് പേടിയായിരുന്നു. സുദീപൻ തിരിച്ച് ഗൾഫിലേക്ക് പോയ ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയൽവക്കത്തുള്ള ഓട്ടോ ഓടിക്കുന്ന മഹേഷാണ് കാറിൽ ഡ്രൈവറായി വരുന്നത്. ആദ്യം ദൂരെ എങ്ങോട്ടെങ്കിലും പോകാൻ മാത്രമാണ് മഹേഷിനെ വിളിച്ചിരുന്നത്. പോകെ പോകെ അടുത്തേക്ക് പോകാൻ പോലും രാഖി അയാളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. എന്നാലും അതിനുള്ള പ്രതിഫലം രാഖി അയാളുടെ കയ്യിൽ വച്ചു കൊടുക്കും. ക്രമേണ തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റം വരാൻ തുടങ്ങി. തങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് ചെയ്തു തന്നിരുന്ന അമ്മ ഞങ്ങളുടെ അരികിലേക്ക് വരിക പോലും ചെയ്യാതെയായി. ഏതു നേരവും ഫോൺ വിളിയിൽ മുഴുകി നിന്നു. അത് അച്ഛനല്ല എന്നവൾക്ക് മനസ്സിലായി. അവൾക്ക് എന്തോ അമ്മയുടെ മാറ്റം അത്ര നല്ലതായി തോന്നിയില്ല. അവളുടെ അനുജൻ രവിക്ക് അങ്ങനെ കാര്യമായി ഒന്നും മനസ്സിലാക്കാവുന്ന പ്രായമായിരുന്നില്ല. അവർ തമ്മിൽ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. ഒരു ദിവസം രാഖിയുടെ ഫോൺ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി രേഖയെടുത്തു. ഇടയ്ക്ക് ഫോണിലെ വാട്സപ്പ് ചാറ്റിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ അത് അവളുടെ കണ്ണിൽ പെട്ടു. അമ്മ ഡിലീറ്റ് ചെയ്യാൻ മറന്നതായിരുന്നു. പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ അടുത്ത വീട്ടിലെ മഹേഷ് ചേട്ടനാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൽ ഓരോ മെസ്സേജുകളും വായിച്ചപ്പോൾ തൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. അമ്മ ഇങ്ങനെയെല്ലാം പെരുമാറുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് ചാറ്റിങ്ങിലുള്ളത്. രേഖ ഒരു ഞെട്ടലോടെ അതെല്ലാം വായിച്ചു. ചാറ്റിങ് പോരാതെ അമ്മയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെയും ഫോട്ടോസ് കൂടി അയാൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അയാളും തിരികെ എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. പെട്ടെന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. രേഖ ഫോൺ അമ്മയുടെ മുറിയിൽ തന്നെ കൊണ്ടുപോയി വച്ചു. അന്നു മുതൽ ക്ലാസ്സിൽ നന്നായി പഠിച്ചിരുന്ന അവൾ ഏറ്റവും പിറകിലേക്ക് പോയി. അവളുടെ മനസ്സിൽ അമ്മയുടെയും മഹേഷിൻ്റെയും ത്രസിപ്പിക്കുന്ന മെസ്സേജുകളും ഫോട്ടോസുകളും നിറഞ്ഞു നിന്നു. പിന്നെ അതിനെക്കുറിച്ചായി അവളുടെ ചിന്ത. അച്ഛൻ്റെ അകൽച്ചയിൽ അമ്മ മഹേഷിനെ വളച്ചെടുത്തതായിരിക്കും. മഹേഷിന് ഭാര്യയും കുഞ്ഞും ഉള്ളതുകൊണ്ട് മഹേഷേട്ടൻ അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല. അമ്മയ്ക്കും ഉണ്ടാകില്ലേ വികാരങ്ങൾ? പക്ഷെ മക്കളറിയാതെ സൂക്ഷിക്കേണ്ടത് അമ്മയുടെ കടമയല്ലേ? മഹേഷേട്ടൻ്റെ സല്യൂട്ട് അടിച്ചു നിൽക്കുന്ന ജവാന്റെ രൂപം അവളുടെ മനസ്സിൽ ഇടയ്ക്കിടെ മിന്നിത്തിളങ്ങി കൊണ്ടിരുന്നു. അതെപ്പോഴും അങ്ങനെയായിരിക്കുമോ? അവളുടെ ചിന്ത മുഴുവൻ അങ്ങനെയുള്ളതായിരുന്നു. ടീച്ചർ രാഖിയെ വിളിപ്പിച്ച് മകളുടെ മാറ്റങ്ങൾ പറഞ്ഞു. മകളോട് എന്താണ് പ്രശ്നമെന്ന് രാഖി ചോദിച്ചു. കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ തുറന്നു പറയാൻ അവൾക്ക് പേടിയായിരുന്നു. അവൾക്ക് പഠിക്കാൻ മടിയാണെന്നും എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ അവൾക്കുണ്ടെന്നും രാഖി സുദീപനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് രേഖ കേട്ടു. അതിനുശേഷം സുദീപ് ഫോൺ വിളിക്കുമ്പോൾ രേഖയെ വളരെയധികം കെയർ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങി. അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പാവം അച്ഛനെയാണല്ലോ അമ്മ പറ്റിക്കുന്നത് എന്നോർത്ത് അവൾക്ക് കരച്ചിൽ വരും.
പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അച്ഛൻ വിളിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അവളുടെ സ്വഭാവം സുദീപനിലും സംശയം വരുത്തി തുടങ്ങി. തനിക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് അമ്മ പറഞ്ഞത് അച്ഛനും വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം സ്കൂളിലേക്ക് പോയ രേഖ പീരീഡ്സിന്റെ ഭാഗമായി വയറുവേദന സഹിക്കാൻ പറ്റാതെ ടീച്ചറോട് ചോദിച്ച് വീട്ടിലേക്ക് പോന്നു. കൂട്ടുകാരിയെ കൂടെ വിടാമെന്ന് പറഞ്ഞെങ്കിലും വേണ്ട, ഓട്ടോ വിളിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ തന്നെയാണ് ഓട്ടോ വിളിച്ച് അവളെ പറഞ്ഞയച്ചത്. ഓട്ടോയിൽ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റിനുള്ളിൽ മഹേഷിന്റെ ഓട്ടോറിക്ഷ കിടക്കുന്നത് അവൾ കണ്ടു. അത് കണ്ടതും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി. അവൾ വീട്ടിലേക്ക് ഓടിക്കയറി. ഉമ്മറത്തെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതവൾ അല്പം തള്ളി തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ഹാളിലെ സോഫയിൽ അമ്മയും മഹേഷും നാഗങ്ങളെ പോലെ കെട്ടിപ്പുണർന്ന് കിടക്കുന്നത് ഒരു നിമിഷം ഞെട്ടലോടെ അവൾ കണ്ടു. അവൾ അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത്. താൻ വന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല എന്നവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവളുടെ മനസ്സിൽ കാമത്തിന്റെ ചിന്തകൾ അലയടിച്ചു വന്നു. ആ രംഗങ്ങൾ നോക്കി നിന്നപ്പോൾ അവളുടെ മനസ്സിലും ശരീരത്തിന്റെ ഓരോ അണുവിലും പലതരം വികാരങ്ങൾ കുതിച്ചു കയറിയത് അവൾ അറിഞ്ഞു. കൂട്ടുകാരികൾ തമ്മിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാമകലയുടെയും രതിരസത്തിന്റെയും കഥകൾ അവളുടെ മനസ്സിൽ മിന്നിത്തെളിഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കെ അകത്തെ ചൂടൻ രംഗങ്ങൾ അവളെയും ചൂടുപിടിപ്പിക്കാൻ തുടങ്ങി. തന്റെ കീഴ്ത്തടം എന്തിനോ വേണ്ടി കിരുകിരുക്കുന്നത് അവൾ അറിഞ്ഞു. കൂട്ടുകാരിയുടെ വായിൽ നിന്നും കേൾക്കുമ്പോൾ തോന്നുന്ന അതേ വികാരമല്ല, ഇത് അതിലും അപ്പുറമായിരുന്നു എന്നവൾക്ക് മനസ്സിലായി. തന്റെ കണ്ണുകൾ അത് കൂടുതൽ കാണാൻ വേണ്ടി കൊതിക്കുന്നത് അവൾ അറിഞ്ഞു. നനഞ്ഞു കുതിർന്ന കീഴ്ത്തടം എന്തിനോ വേണ്ടി തുടിച്ചു നിൽക്കുന്നത് അവൾ അറിഞ്ഞു. അല്പനേരം തന്റെ ചുണ്ടുകളെ താലോലിച്ചപ്പോൾ കൈകളിൽ വല്ലാത്ത നനവ് പടർന്നത് അവൾ അറിഞ്ഞു. അവളുടെ ചലനം ദ്രുതഗതിയിലായി. ഒടുവിൽ വലിയൊരു പൊട്ടിത്തെറിയിൽ അത് അവസാനിച്ചപ്പോൾ അവളുടെ വായിൽ നിന്നും ഒരു കുറുകൽ ശബ്ദം പുറന്തള്ളി. ആദ്യമായാണ് അവൾ വിരൽ പ്രയോഗം നടത്തുന്നത്. അതിന്റെ സുഖാനുഭൂതിയിൽ അവൾ സ്വയം മറന്നു. പെട്ടെന്ന് വാതിലിനടുത്ത് നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ രാഗി പിടഞ്ഞെഴുന്നേറ്റു. അമ്മയും കാമുകനും തന്നെ കണ്ടെന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലേക്ക് താൻ ചിന്തിച്ചു തുടങ്ങിയ കാമദേവന്റെ കലകൾ തനിയെ ഇറങ്ങിപ്പോവുകയും അമ്മയിൽ അവൾക്ക് വെറുപ്പ് തോന്നുകയും ചെയ്തു. ഉടനെ രാഗി മഹേഷിനെ നോക്കി. നിലത്ത് ഊരിക്കിടന്ന മുണ്ട് വാരിച്ചുറ്റി അവൻ പിടഞ്ഞെഴുന്നേറ്റു. ഉടനെ രേഖയെ പിടിച്ച് ഒരു മുറിയിലേക്ക് കയറ്റി. പിന്നെ വാതിൽ പുറത്തു നിന്നും പൂട്ടി. രേഖ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും അവൻ തന്നെ ട്രാപ്പിലാക്കിയതാണെന്ന് മനസ്സിലാക്കി അവൾ കരഞ്ഞ് നിലവിളിച്ചു. അവളുടെ നിർത്താതെയുള്ള നിലവിളി പ്രശ്നമാകുമെന്ന് രാഗിക്കും മഹേഷിനും തോന്നി. അവരുടനെ മുറിക്കകത്തേക്ക് കയറി. ഇവിടെ കണ്ടത് ആരോടെങ്കിലും പറഞ്ഞാൽ അനിയനെയും നിന്നെയും കൊല്ലുമെന്ന് മഹേഷ് അവളോട് പറഞ്ഞു. പിന്നെ ഞാൻ മഹേഷിന്റെ കൂടെ പോകും. നിന്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവും. അത് സഹിക്കാതെ നിന്റെ അച്ഛൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ഒരു ദാക്ഷിണ്യവുമില്ലാതെ രാഗി മകളോട് പറഞ്ഞു. അതൊക്കെ കേട്ട് രേഖ ആകെ തകർന്നു പോയി. ഒരു 10ാം ക്ലാസ്സുകാരിക്ക് അതിൽ കൂടുതൽ ടെൻഷനൊന്നും താങ്ങാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അവൾ ഉറക്കെ കരഞ്ഞു, ഒരു ഭ്രാന്തിയെ പോലെ. അത് കണ്ട രാഗി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അമ്മ ചീത്തയാണ് അവൾ അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. എല്ലാ കാര്യത്തിനും ഇറങ്ങിയ രാഗിയോടുള്ള ദേഷ്യമാണതെന്ന് മറ്റുള്ളവർ കരുതി. എല്ലാവരും ചേർന്ന് രേഖയെ മാനസികാശുപത്രിയിൽ കൊണ്ടാക്കി. സുദീപൻ അതറിഞ്ഞപ്പോൾ ദുബായിൽ നിന്നും ലീവെടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. തന്നെ വിശ്വസിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും അച്ഛനോട് അവൾ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഒന്നും മിണ്ടാതെ സുദീപൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നും പ്രതികരിക്കാതെ ഇറങ്ങിപ്പോയ അച്ഛനെ അവൾ സങ്കടത്തോടെ നോക്കി. പിറ്റേന്ന് സുദീപൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വന്ന് നിർബന്ധമായി രേഖയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നു. മുറിയിൽ പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ച് കിടന്ന രേഖയെ സുദീപൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. കൂടെ രവിയും രാഖിയും ഉണ്ടായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. മോള് പറഞ്ഞതെല്ലാം അച്ഛൻ വിശ്വസിച്ചു. അതെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം. മോൾക്ക് ഭ്രാന്തില്ലെന്നും എനിക്കറിയാം. നിന്റെ അനിയനും അക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അവൻ ചെറിയ കുട്ടിയാണ്. അവന് മുഴുവനൊന്നും അറിയില്ല. എങ്കിലും അവനും എന്നോട് അവനറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊരമ്മയെ നിങ്ങൾക്ക് വേണോ? ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. സുദീപ് പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മുഖം വിളറി വെളുത്തു. രേഖയുടെയും രവിയുടെയും മുഖം സന്തോഷത്താൽ വിടർന്നു. ഞങ്ങൾക്കിനി ഈ അമ്മയെ വേണ്ട സാ, രേഖയും രവിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മക്കള് പറഞ്ഞത് കേട്ടല്ലോ. 5 മിനിറ്റ് സമയം തരാം. നിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പൊക്കണം. പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രാഖിയോട് സുദീപൻ അല്പം കടുത്ത ഭാഷയിൽ പറഞ്ഞു. രാഖിക്ക് ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി. താൻ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ ആ നിമിഷം സുദീപന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. താൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും ഇനിയൊരിക്കലും തെറ്റ് ചെയ്യില്ലെന്നും
ചെയ്ത തെറ്റിന് മാപ്പ് തരണമെന്നും അവൾ കരഞ്ഞു പറഞ്ഞു. കാരണം അവിടെ നിന്ന് പുറത്തായാൽ തൻ്റെ ജീവിതം അവതാളത്തിലാകുമെന്ന് രാഖിക്ക് അറിയാം. എല്ലാം ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ മോൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞതും അവളെയും രവിയെയും കൊല്ലുമെന്ന് പറഞ്ഞതും എനിക്ക് സഹിക്കാൻ കഴിയില്ല. രാഖിയെ തൻ്റെ കാൽക്കലിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് സുദീപൻ പറഞ്ഞു. ഇനി തൻ്റെ ഭർത്താവിനോട് എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ രാഖി തൻ്റെ സാധനങ്ങളും എടുത്ത് ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാക്കി ആ വീടിന്റെ പടികൾ ഇറങ്ങി. പുറത്തപ്പോൾ മഹേഷിന്റെ ഓട്ടോറിക്ഷ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രേഖയും രവിയും ആ വീടിന്റെ അമ്മയില്ലാത്ത അവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങി. പലരും ആശ്വാസവാക്കുകളും ഉപദേശങ്ങളുമായി വന്നു. ആരെയും അവർ അടുപ്പിച്ചില്ല. തങ്ങൾ 3 പേരും മാത്രം മതി എന്ന് തീരുമാനിച്ചു. അവർ 3 പേരും ആ സ്വർഗത്തിലെ ജീവിതത്തിൽ ഇപ്പോൾ തൃപ്തരാണ്.